സംഭവം എങ്ങനെയുണ്ട് ഗൈസ്, കൊള്ളാവോ? അപ്പോൾ നമ്മൾ പൈപ്പ് ക്ലീനറിൻ്റെ അൺബോക്സിങ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ സാധനം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഗൈസ്. സംഭവം ക്രോഷ്യനേക്കാളും എത്രയോ സിമ്പിളാണ്. എന്നാലും ഈ ക്രോഷ്യ എന്ന് പറയുന്നത് അതൊരു വേറെ വികാരം തന്നെ അല്ലേ. നമ്മൾ കഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്ത് അതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണുന്ന സമയത്ത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണല്ലേ. നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ? ഈ ഒരു പൈപ്പ് ക്ലീനറിൻ്റെ കാര്യത്തിലും എനിക്ക് അങ്ങനെ തന്നെയായിരുന്നു. അതും ഫസ്റ്റ് ട്രൈയിൽ തന്നെ ഈ ഒരു ഐറ്റം ഇത്രയും സെറ്റ് ആവുന്നൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. എനിക്ക് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു ഗൈസ്. പിന്നെ ആകെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് പല സമയത്തായിട്ട് എൻ്റെ കൈ നന്നായിട്ട് പൊള്ളിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കും ഇതുപോലെ ചെയ്യുന്ന സമയത്തൊക്കെ ഈ പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടാവാറുണ്ടോ? ആരെങ്കിലും ഈ ഒരു പൈപ്പ് ക്ലീനർ ട്രൈ ചെയ്യാത്തുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാനിത് വാങ്ങിച്ചതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ആക്കുക. ഈ പൈപ്പ് ക്ലീനർ നമ്മുടെ ഫ്രണ്ട്സിനും പ്രിയപ്പെട്ടവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനും കൂടിയാണ്. എൻ്റെ കയ്യിലിപ്പോൾ ഒരു 8 കളേഴ്സ് ആണുള്ളത്. ഇന്ന് മോർണിംഗിലെ വീഡിയോയിൽ നിങ്ങൾ ആ കളേഴ്സൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ആ ഒരു കളേഴ്സ് വെച്ചിട്ട് അടുത്തതായിട്ട് ഞാൻ ഏത് ക്രാഫ്റ്റ് ചെയ്യണമെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് കമൻ്റ് ആക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് വരും ദിവസങ്ങളിൽ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും സബ്സ്ക്രൈബൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ.